ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. സ്നേഹമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കേവലം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ചില ഭാഗങ്ങളെ, കുറച്ച് സമയങ്ങളെ, കുറച്ച് മേഖലകളെ മാത്രം സ്പർശിക്കുന്നതോ സ്വാധീനിക്കാവുന്നതോ ആയ ഒരു ജീവിത അവസ്ഥ ആയിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഈ വചനത്തിലൂടെ ഈ കാലഘട്ടത്തിൽ ഈ ലോക സാഹചര്യത്തിൽ ജീവിക്കുന്ന നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. പറയുകയാ, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. പലപ്പോഴും ഭാഷയുടേതായ അർത്ഥതലങ്ങളിലും കുറെയെങ്കിലുമൊക്കെ പ്രായോഗിക ജീവിതത്തിൻ്റെ തലങ്ങളിലും വിരുദ്ധവും വിപരീതവുമെന്ന് തോന്നിയേക്കാവുന്ന ഒരു ചിന്ത ഈശോ പറയുകയാണ്. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഇവിടെ ജീവൻ എന്ന് പറയുന്നത് കേവലം ശരീരത്തെ ചലനാത്മകമാക്കുന്ന, ശരീരത്തിലൂടെ ഉള്ള ചോരയുടെ, രക്തത്തിൻ്റെ പ്രവാഹമെന്ന ആ ജൈവശാസ്ത്രപരമായ ജീവൻ അല്ല. അതിലുപരി മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോയുടെ മൗതിക ശരീരത്തിൽ എന്നെ ഭാഗവാക്കാക്കിയ ആ പരിശുദ്ധാത്മാവിൻ്റെ എന്നിലൂടെയുള്ള പ്രവാഹവും ആ പരിശുദ്ധാത്മാവിൻ്റെ എന്നിലുള്ള സാന്നിധ്യവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിലും ജൈവശാസ്ത്രപരമായതും ഈ ഭൗമികമായ സുഖസന്തോഷങ്ങളുടേതും ഒക്കെയായ ജീവനെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനുമുള്ള എൻ്റെ ഏതൊരു പരിശ്രമവും ദൈവാത്മാവിൻ്റെ എന്നിലുള്ള സാന്നിധ്യമാകുന്ന ആ ദൈവിക ജീവനെ നഷ്ടപ്പെടുത്തും എന്ന വലിയ ആത്മീയ സത്യം പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ നിലനിർത്തുന്നതും നഷ്ടപ്പെടുത്തുന്നതുമായ ജീവൻ എന്ന ആ ഒരൊറ്റ പദപ്രയോഗം രണ്ട് യാഥാർത്ഥ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് ഭൗമികമായതും ഭൗതികമായതും ശാരീരികമായതും ഒക്കെയായ ജീവനാണ് എങ്കിൽ, ഞാൻ നഷ്ടപ്പെടുത്തുന്നത് ആത്മീയമായ, നിലനിൽക്കുന്നതായ, നിത്യതയെ സംബന്ധിക്കുന്നതായ, ആത്മരക്ഷയെ സംബന്ധിക്കുന്നതായ, സ്വർഗലബ്ധിയെ സംബന്ധിക്കുന്നതായ ജീവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നാം ഒരു വളരെ യാഥാർത്ഥ്യപരവും എന്നാൽ അതിനൊപ്പം ആത്മീയപരവുമായ ഒരു അളവുകോലിൻ്റെ വിലയിരുത്തലിന് തയ്യാറാകണമെന്ന് വചനം പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ വില കൽപ്പിക്കുന്ന സംഗതികൾ എന്തെല്ലാമാണ്?
എൻ്റെ ജീവിതത്തിൽ മൂല്യമുള്ളതെന്നും അമൂല്യമായതെന്തെന്നും ഞാൻ വിലയിരുത്തുന്നത് ഏതൊക്കെ സംഗതികളെക്കുറിച്ചാണ്, ഏതൊക്കെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണമെന്ന് വചനം ആവശ്യപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വില കൽപ്പിക്കുന്ന സംഗതികൾ, എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യമുള്ള സംഗതികൾ, എൻ്റെ ജീവിതത്തിൽ അമൂല്യമായ സംഗതികൾ അതെന്തെല്ലാമാണ്? ഈ ലോകത്തിൻ്റേതായ നശ്വരമായ സുഖസൗകര്യങ്ങളും സുഖസന്തോഷങ്ങളും സ്ഥാനമാനങ്ങളും സൽപ്പേരും മറ്റുള്ളവരുടെ അംഗീകാരവും മറ്റുള്ളവരുടെ പ്രശംസയും ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളും ആൾക്കൂട്ടത്തായിരിക്കുന്നതിൻ്റെ ആനന്ദവുമൊക്കെയാണോ എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ വിലമതിക്കുന്ന, ഞാൻ വില കൽപ്പിക്കുന്ന, ഞാൻ മൂല്യം കൽപ്പിക്കുന്ന, ഒരു പരിധിവരെ ഞാൻ അമൂല്യമെന്ന് കരുതുന്ന നന്മ? അതോ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഈ ആരവങ്ങളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്നും, ഈ ലോകം നൽകുന്ന സൽപ്പേരിൽ നിന്നും, അഭിമാനങ്ങളിൽ നിന്നും, സമ്പത്തിൽ നിന്നും, സ്ഥാനമാനങ്ങളിൽ നിന്നുമൊക്കെ എന്നെ അകറ്റി നിർത്തുന്ന, എന്നാൽ എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് സംതൃപ്തിയും ആനന്ദവും പകരുന്ന, അതിലേറെ മരണശേഷവും നിലനിൽക്കുന്ന സ്വർഗീയമായ ദൈവരാജ്യത്തിൻ്റെ വിരുന്നുശാലയിലേക്കും സന്തോഷത്തിലേക്കും എന്നെ നയിക്കുന്ന എന്നിലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയാണോ, സുവിശേഷാധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെയാണോ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിലയുള്ളതായി, മൂല്യമുള്ളതായി, അതിലേറെ അമൂല്യമായതായി പരിഗണിക്കുന്നത്? ഇവിടെ വളരെ വ്യക്തമായ, വളരെ കർശനമായ ചില വിലയിരുത്തലുകൾക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ നാം തയ്യാറാകണമെന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുകയും പറയുക, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, ഈ ലോകത്തിൽ ഒരുപക്ഷെ വലിയ നേട്ടങ്ങൾ, വലിയ സ്ഥാനമാനങ്ങൾ, വലിയ ഉദ്യോഗ കയറ്റം, വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പണിതുയർത്തുവാനുള്ള സാധ്യതകൾ, സമ്പത്ത് സ്വരുക്കൂട്ടുവാനുള്ള സാധ്യതകൾ, സുഖസൗകര്യങ്ങൾക്കിടയിൽ അഭിരമിക്കുവാനുള്ള അവസരങ്ങൾ, ഒരുപക്ഷെ ഇതൊക്കെയായിരിക്കാം ഞാൻ ഈ ലോകം മുഴുവൻ എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുക. ഈ ലോകത്തിന് നൽകുവാൻ സാധിക്കുന്ന നന്മകൾ, ഈ ലോകത്തിലെ ഭൗതിക വസ്തുക്കൾക്കും ഭൗമികമായ സംഗതികൾക്കും എനിക്ക് നൽകുവാൻ സാധിച്ചേക്കാവുന്ന നന്മകൾ, ശാരീരികമായ സുഖങ്ങൾ, ക്ഷണികമായ മാനസിക സന്തോഷങ്ങൾ, മറ്റുള്ളവരുടെ അംഗീകാരങ്ങളും നല്ല അഭിപ്രായങ്ങളും നൽകിയേക്കാവുന്ന താൽക്കാലികമായ സുഖങ്ങളും സന്തോഷങ്ങളും, അതല്ല എങ്കിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ ഉണ്ടാകുന്ന എന്തോ ഒരു സുഖത്തിൻ്റെ അവസ്ഥകൾ, അതല്ലെങ്കിൽ അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഒക്കെ ഉന്നതമായ അവസ്ഥകൾ നൽകിയേക്കാവുന്ന ക്ഷണികമായ നശ്വരമായ ചില സുഖങ്ങളും സന്തോഷങ്ങളും ലഹരികളും, അതല്ലെങ്കിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെയായ നൈമിഷിക സുഖം നൽകുന്ന ലഹരി വസ്തുക്കൾ, ഇവയൊക്കെയാകാം ലോകം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ, സ്നേഹമുള്ള സഹോദരരെ, ഈശോയുടെ ഈ സൂചന, ഈശോയുടെ ഈ മുന്നറിയിപ്പ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സത്യമുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ കഴിവുകളും ഈ ലോകത്തിൻ്റെ സാധ്യതകളും വെച്ച് പരക്കം പാഞ്ഞ് സ്വരുക്കൂട്ടുന്ന സമ്പാദിക്കുന്ന നന്മകളൊക്കെ ഒരു പരിധിവരെ എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയേക്കാവുന്നതാണ് എന്ന ഒരു സൂചന ഇതിൽ അന്തർലീനമായി പരോക്ഷമായി ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന ആത്മീയ സത്യവും നാം ഓർക്കണം. അത് മനുഷ്യൻ്റെ ചരിത്രം പഠിപ്പിക്കുന്ന സത്യം കൂടി, മനുഷ്യരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. സമ്പത്ത് സ്വരുക്കൂട്ടപ്പെടുമ്പോൾ, സുഖസൗകര്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ, ആരോഗ്യവും സൗന്ദര്യവും ലൗകികമായ സന്തോഷങ്ങളും എൻ്റെ ചുറ്റും മാറി മാറി തത്തിക്കളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തെ മറന്ന് ജീവിക്കുവാനുള്ള ഒരു പ്രേരണയും പ്രചോദനവുമൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഇവിടെയാ സ്നേഹമുള്ളവരെ ഈശോ ചോദിക്കുന്നത്, മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഹേ മനുഷ്യ, നീ നിൻ്റെ ആത്മാവിന് പകരമായി എന്തു കൊടുക്കും?
എന്ന് പറഞ്ഞാൽ, സ്നേഹമുള്ള സഹോദരരെ, നാം മനസ്സിലാക്കേണ്ട വലിയൊരു ആത്മീയ സത്യം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിലേക്ക് കടന്നു വന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, എന്നിലേക്ക് കടന്നു വന്ന ദൈവകൃപയുടെ സാന്നിധ്യം, അത് ഈ ലോകത്തിലെ പണക്കൊഴുപ്പ് കൊണ്ട് എനിക്ക് വിലയ്ക്ക് വാങ്ങാവുന്നതല്ല. ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ കൊണ്ടോ, ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ടോ, ഈ ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ നൽകുന്ന സ്വാധീനം കൊണ്ടോ എനിക്ക് സ്വന്തമാക്കാവുന്നതല്ല. പിന്നെയോ അത് ദൈവത്തിൻ്റെ കൃപയാ, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തൻ്റെ കൃപയാൽ എനിക്ക് നൽകിയിരിക്കുന്ന, ദാനമായി എനിക്ക് നൽകിയിരിക്കുന്ന ഈ ദൈവിക നന്മകളെ അവയർഹിക്കുന്ന മൂല്യവത്തോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? അതാ വചനം നമ്മോട് ചോദിക്കുന്നത്. പലപ്പോഴെങ്കിലും, ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, ക്ഷണികമായ സന്തോഷങ്ങൾക്ക് വേണ്ടി, ജീവിതത്തിന് നശ്വരമായ സമ്പത്തുകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സ്വാധീനങ്ങൾക്ക് വേണ്ടി എൻ്റെ ഈ ആത്മാവിനെ ഞാൻ വിലയായി നൽകുമ്പോൾ, എൻ്റെ ഈ ആത്മാവിൻ്റെ അഥവാ എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ ഞാൻ വില കൊടുക്കുമ്പോൾ, ഞാൻ എന്തിനാ കൂടുതൽ വിലമതിക്കുന്നത് എന്ന ചോദ്യം എന്നോട് തന്നെ ഒരു മറുചോദ്യമായി കടന്നു വരുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്നിൽ ദൈവം നിക്ഷേപിച്ച ഈ വിശുദ്ധി എന്ന പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിൻ്റെ ഒന്നുകൊണ്ടും എനിക്ക് വിലക്കെടുക്കാവുന്നതല്ല. ദൈവം തൻ്റെ കൃപയാൽ ദാനമായി എനിക്ക് നൽകിയത്. ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല, ഞാൻ വില കൊടുത്ത് നേടിയതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് വചനം കൃത്യമായിട്ട് പൗലോസ് അപ്പോസ്തലനിലൂടെ നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, പൗലോസ് അപ്പോസ്തലൻ എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരികയും, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യുവാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി ഈശോ മിശിഹായിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പറയുക എഫെസോസ് ലേഖനം 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ സമൃദ്ധിയെ വ്യക്തമാക്കുവാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, നാം നേടിയെടുത്തതല്ല എന്ന് പറയുമ്പോൾ ഇത് വില കൊടുക്കാതെ ലഭിച്ച, വിലയില്ലാത്ത ഒരു സംഗതിയാണെന്നല്ല അതിൻ്റെ അർത്ഥം. പലപ്പോഴും ദാനം കിട്ടുന്ന, വെറുതെ കിട്ടുന്ന സംഗതികളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ചിന്ത ഇതാ, വെറുതെ കിട്ടുന്നതൊക്കെ വിലയില്ലാത്തതാണ്. ഇതൊരു പരിധിവരെ വാസ്തവമാണ്. വെറുതെ കിട്ടുന്നതൊന്നും ഒരു പരിധിവരെ വിലയില്ലാത്തതാണ്. അത് ലോകത്തിൻ്റെ വിലയിരുത്തലുകളില്ല, ലോകത്തിൻ്റെ വസ്തുവകകളുടെ കാര്യത്തില, ലോകത്തിൻ്റെ നന്മയുടെ കാര്യത്തില. എന്നാൽ ഇവിടെ ദാതാവ് ദൈവമാണ്. മനുഷ്യന് തൻ്റെ പരിശ്രമം കൊണ്ടോ, തൻ്റെ പണം കൊണ്ടോ, തൻ്റെ കഠിനാധ്വാനം കൊണ്ടോ നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു ജീവിതത്തിൻ്റെ നിസ്സഹായമായ പരിതസ്ഥിതിയിലേക്ക് ദൈവം തൻ്റെ കരുണയെ ആൾരൂപമായി ഈശോ മിശിഹായായി ഇറക്കിത്തരുകയും. ഇതെന്ന് മനസ്സിലാക്കേണ്ട വലിയ ആത്മീയ സത്യം. എനിക്ക് വില കൊടുത്തു വാങ്ങാൻ സാധിക്കാത്ത വിധം വിലമതിക്കാനാവാത്ത അമൂല്യമായ ഒരു നന്മയായി എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഈ കൃപ, ദൈവത്തിൻ്റെ ഈ രക്ഷ കടന്നു വരികയും, അതാണ് നമ്മുടെ മാമോദീസ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. അത് നമ്മുടെ ക്രൈസ്തവ അവസ്ഥയെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സഭാത്മക ജീവിതമെന്ന് പറയുന്നത്. വിലമതിക്കാനാവാത്ത, ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടോ, ഞാൻ പരിശ്രമിച്ചത് കൊണ്ടോ എനിക്ക് സ്വന്തമായതല്ല, പിന്നെയോ ദൈവം അമൂല്യമായ ഒരു നിധിയായി, വിലമതിക്കാനാവാത്ത ഒരു കൃപയായി എനിക്ക് ദാനമായി നൽകിയതാണ് എന്ന ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു സംഗതിയെ
ദൈവം എനിക്ക് തൻ്റെ കരുണയാൽ നൽകിയ അമൂല്യ സമ്പത്തായി കരുതിക്കൊണ്ട് എത്ര വില കൊടുത്തിട്ടാണെങ്കിലും, എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും, എന്തൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ഇത് മാത്രം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി. ഞാൻ നേടിയെടുത്തതൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തിയാലും എനിക്കിനിയും നേടിയെടുക്കാൻ സാധിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ ഞാൻ നേടിയെടുത്തതൊന്നും എൻ്റെ മാത്രം കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ ഞാൻ നേടിയെടുത്തതല്ല. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സഹായവും എൻ്റെ കൂടെയുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തിയോടും ദൈവത്തിൻ്റെ സഹായത്തോടും ദൈവത്തിൻ്റെ കൃപയോടും കൂടെ എൻ്റെ അധ്വാനവും എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ പരിശ്രമങ്ങളും ഞാൻ ചേർത്ത് വെച്ചപ്പോൾ എനിക്ക് ലഭിച്ചതാ ഈ ലോകത്തിൽ ഞാനിന്ന് ആസ്വദിക്കുന്ന ഈ നന്മകളൊക്കെയും എന്ന് നമുക്കറിയാം. നാം അത് മനസ്സിലാക്കണം. എന്നാൽ സ്നേഹമുള്ളവർ, അതങ്ങനെയാണ് എങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ശക്തിയും കൃപയും സഹായവും ഉപയോഗിച്ച് ആ ദൈവത്തിൻ്റെ ശക്തിയോടും കൃപയോടും സഹായത്തോടും കൂടി എൻ്റെ ജീവിതത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും നേടിയെടുത്തതെല്ലാം ഏതൊക്കെയാണെങ്കിലും അതെന്തൊക്കെയാണെങ്കിലും ഞാൻ നഷ്ടപ്പെടുത്തിയാലും എനിക്കിനിയും വീണ്ടെടുക്കാനാവും, എനിക്ക് തിരികെ പിടിക്കാനാവും. എന്നാൽ എൻ്റെ കഷ്ടപ്പാട് കൊണ്ടോ എൻ്റെ അധ്വാനം കൊണ്ടോ എൻ്റെ പരിശ്രമം കൊണ്ടോ എനിക്കൊരിക്കലും നേടുവാൻ സാധിക്കാത്തതും ദൈവം തൻ്റെ കൃപയാൽ മാത്രം എനിക്ക് സമ്മാനിച്ചതുമായ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പുണ്യജീവിതം എന്ന് പറയുന്ന ഈ ക്രൈസ്തവ അവസ്ഥ, മാമോദീസ സ്വീകരിച്ച ഈശോയുടെ ഭൗതിക ശരീരത്തിലെ അവയവമായിരിക്കുന്ന ഈശോയുടെ സഭയിൽ അംഗമായിരിക്കുന്ന എൻ്റെ ഈ അവസ്ഥ ദൈവം എനിക്ക് തൻ്റെ കരുണയാൽ തൻ്റെ കൃപയാൽ എനിക്ക് നൽകിയതാണ് എന്നും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കഠിനാധ്വാനവും എത്രയുണ്ടെങ്കിലും എനിക്ക് അല്പം പോലും നേടാൻ സാധിക്കാത്തതുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അർഹിക്കുന്ന വിലയോടെ പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെ സ്നേഹമുള്ളവരെ വചനം നമ്മോട് പറയുകയാണ്, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. ഇത് വലിയ ഭീകരമായ ഭീതിജനകമായ ഒരു മുന്നറിയിപ്പാണ് എന്ന് സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം. ഈ ലോകത്തിലെ ചില ആൾക്കൂട്ടത്തിൻ്റെ താൽക്കാലികമായ ആരവങ്ങൾക്ക് വേണ്ടി, ഈ ലോകത്തിലെ ആരുടെയെങ്കിലുമൊക്കെ താൽക്കാലികമായ അംഗീകാരത്തിന് വേണ്ടി, ഈ ലോകത്തിലെ ക്ഷണികമായ താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ ചില സുഖ സൗകര്യങ്ങൾക്കും സമ്പത്തിനും വേണ്ടി ഞാൻ ദൈവത്തെ, എൻ്റെ ദൈവികമായ അസ്തിത്വത്തെ, എൻ്റെ സഭാത്മകമായ ജീവിതത്തിൻ്റെ മഹത്വത്തെ തള്ളിപ്പറയുമ്പോൾ നാം ഓർക്കണം, പഴയ നിയമത്തിൽ ഭയപ്പെടുത്തുന്ന ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ സഹോദരനായ യേശോവിൻ്റെ ഉദാഹരണം. ഒരു പാത്രം പായസത്തിന് വേണ്ടി കടിഞ്ഞൂൽപുത്രസ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞ അവൻ പിന്നീട് പലവട്ടം അനുദപിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുവെങ്കിലും അവനത് തിരികെ ലഭിക്കുന്നില്ല. കാരണം ദൈവം ദാനമായി നൽകിയ, സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തമാക്കിയതല്ലാത്ത ദൈവം ദാനമായി നൽകിയ ചില നന്മകളായ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി അവൻ വിലയ്ക്ക് കൈമാറിയത്. സ്നേഹമുള്ളവരെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് വ്യക്തമായ, കണിശമായ, കർശനമായ ഒരു ഓർമ്മപ്പെടുത്തല. പറയുക, പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ, അതെ, നമുക്കറിയാം, അത് ഈ തലമുറ എന്ന് പറയുന്നത് എല്ലാ തലമുറയും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പാപത്തിൻ്റെയും വീഴ്ചയുടെയും പ്രലോഭനങ്ങളുടെയും പ്രതിലോമ സാഹചര്യങ്ങളുടെയും ഒക്കെ ചരിത്രം തന്നെയാണ്. എല്ലാ കാലഘട്ടവും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഏത് നൂറ്റാണ്ടിലെ ഏത് കാലഘട്ടത്തിലെ മനുഷ്യനായാലും അവൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളിൽ അവൻ അഭിമുഖീകരിക്കുന്ന പ്രലോഭനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിലോമപരമായ അവസ്ഥകൾ എല്ലാം ഒന്ന് തന്നെയാണ്. ശരീരത്തിൻ്റെയും
ലോകത്തിൻ്റെയും പിശാചിൻ്റേതുമായ വിളികളും ആഹ്വാനങ്ങളും പ്രേരണകളും പ്രചോദനങ്ങളും. ശരീരത്തിൻ്റെയും ലോകത്തിൻ്റെയും പിശാചിൻ്റേതുമായ ഈ പ്രേരണകളും പ്രചോദനങ്ങളും പ്രലോഭനങ്ങളുമാകുന്ന ഈ മാനവ ഭൗമിക സാഹചര്യത്തിൽ പിശാചും ലോകവും ശരീരവും വെച്ചു നീട്ടുന്ന ക്ഷണികമായ താൽക്കാലികമായ സുഖങ്ങൾക്ക് വേണ്ടി ദൈവദത്തമായ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ സാന്നിധ്യം മൂലം എനിക്കുള്ളതായ ജീവിതത്തിൻ്റെ വിശുദ്ധിയെയും ഞാൻ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ വചനം പറയുകയാ, ഈശോയുടെ പരിശുദ്ധാത്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാ, നാം ആത്യന്തികമായി അപമാനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആത്യന്തികമായ നഷ്ടത്തിലേക്ക്, നാശത്തിലേക്ക്, അപമാനത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. ഇവിടെ സ്നേഹമുള്ളവരെ, ദൈവവചനത്തിന് വേണ്ടി, വചനാധിഷ്ഠിതമായ ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ വേദനകളും ത്യാഗങ്ങളും ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈശോയെ ജീവിതത്തിൽ അമൂല്യമായ സമ്പത്തായി കരുതി ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത, ഈ ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മയായി കരുതി ജീവിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ. സ്നേഹമുള്ളവരെ, ഇത് പറയുമ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഈശോ എന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്ന് പറയുന്നത് ഈശോയുടെ സഭയാണ്. ഈശോയുടെ സഭയാണ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈ ലോകത്തിലെ അസ്തിത്വത്തിൻ്റെ അനിവാര്യത ശരീരമായിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ഈശോയ്ക്ക് ആയിരിക്കുവാനും ഒരു ശരീരം അനിവാര്യമാണ്. ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോൾ നമ്മുടേതുപോലുള്ള ഒരു ശരീരം സ്വീകരിച്ചതുപോലെ സ്വർഗാരോഹണം ചെയ്ത ഈശോ ഈ ലോകത്തിൽ തൻ്റെ കർമ്മങ്ങളും തൻ്റെ ശുശ്രൂഷകളും തൻ്റെ രക്ഷാകര ദൗത്യവും തുടരുവാൻ വേണ്ടി ഒരു ശരീരം സ്വീകരിച്ചു. ആ ശരീരം എന്ന് പറയുന്നത് സഭ തന്നെയാണ്. ഈശോയുടെ മൗതിക ശരീരമായ സഭ, വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ, മാമുദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയായ സഭ, ഈ സഭയാ ഈശോ എന്ന് പറയുന്നത്. ഈ സഭയെ സ്നേഹിക്കുമ്പോൾ, ഈ സഭയെ വിലമതിക്കുമ്പോൾ സഭാപിതാവായ ഒരിജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. സഭാപിതാവായ ഒരിജൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ പറയുകയാണ്, പിതാവിനെയും പുത്രനെയും അനുഭവിക്കുവാൻ എന്നെ പ്രാപ്തമാക്കുന്നത് എൻ്റെ വിശ്വാസത്തിലുള്ള എൻ്റെ മാതാവായ സഭയാണ് എന്ന്. ഈ പിതാവായ ദൈവത്തെയും പുത്രനായ തമ്പുരാനെയും എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുവാൻ അനിവാര്യമായ ഒരു ഘടകമായി അവിടെ എൻ്റെ അമ്മയായ സഭ മാറുകയും, കാരണം സഭയാണ് എനിക്ക് മാമോദീസ എന്ന കൂദാശയിലൂടെ രക്ഷയിലേക്ക് പിറവി നൽകിയത്. ഈ സഭയെ സ്നേഹിക്കുവാനും സഭാത്മകമായ ജീവിതത്തെ വിലമതിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളെയും സഭയുടെ നിലപാടുകളെയും സഭയുടെ കാഴ്ചപ്പാടുകളെയും അതിവിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന അനുദിന ജീവിത പ്രവർത്തന മണ്ഡലങ്ങളിൽ സഭയുടെ നിലപാടുകളെയും സഭയുടെ പ്രബോധനങ്ങളെയും അറിയുവാനും മനസ്സിലാക്കുവാനും അതിനെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ സാക്ഷിയായി ഞാൻ മാറുന്നത്. ഈശോയെ വിലമതിക്കുന്ന, ക്രൈസ്തവ ജീവിതത്തെ വിലമതിക്കുന്ന, സഭാത്മക ജീവിതത്തെ വിലമതിക്കുന്ന വ്യക്തിയായി മാറുന്നത്. നമുക്കറിയാം, ദമാസ്കസിലേക്ക് പോയ സാവൂളിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യമുണ്ട്. സാവൂള് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ആരാ? അപ്പോൾ ഈശോ സാവൂളിന് കൊടുത്ത മറുപടി, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാനെന്ന്. നമുക്കറിയാം, സാവൂള് പീഡിപ്പിച്ചത് ഈശോയല്ല. പ്രത്യക്ഷത്തിൽ സാവൂള് പീഡിപ്പിച്ചത് ഈശോയല്ല, ഈശോയുടെ സഭയെയാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയെയ, ഈശോയിൽ വിശ്വസിക്കുന്നവരെയ. എന്നാൽ ഈശോ പറയുക, ആ വ്യക്തികളിലൂടെ, ആ വ്യക്തികളെ പീഡിപ്പിച്ചതിലൂടെ, ആ കൂട്ടായ്മയെ നശിപ്പിക്കാൻ പരിശ്രമിച്ചതിലൂടെ
നീ പീഡിപ്പിച്ചത് എന്നെയാ, കാരണം എൻ്റെ മൗതിക ശരീരമാ സഭ, ഈശോയുടെ മൗതിക ശരീരമാ സഭ. സ്നേഹമുള്ളവരെ, സഭയെ വേദനിപ്പിക്കുമ്പോൾ, സഭയെ നശിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഞാൻ ഈശോയെ വേദനിപ്പിക്കുകയും ഈശോയെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, അതുപോലെ തന്നെ സഭയെ സ്നേഹിക്കുമ്പോൾ, സഭയെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, സഭാത്മകമായി ജീവിക്കുമ്പോൾ, സഭാത്മക ജീവിതത്തെ വിലമതിക്കുകയും എൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുകയും ഈശോയെ മുറുകെ പിടിക്കുകയും ഈശോയുടെ മൂല്യങ്ങളെ, ഈശോയെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയും, അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയെ മറ്റുള്ളവരുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ഈശോയും ഉയർത്തിപ്പിടിക്കും, സാക്ഷ്യം നൽകുമെന്ന വാഗ്ദാനമാണ് ഈശോ നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിജയമടങ്ങിയിരിക്കുന്നത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുമ്പോൾ, ഈശോയെ ഓർത്ത് അഭിമാനിക്കുമ്പോൾ. അത് എന്ന് പറയുന്നത്, ഈ ഈശോയെ വിലമതിക്കുക, ഈശോയെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് സഭയെയും സഭയുടെ മൂല്യങ്ങളെയും സഭയുടെ പ്രബോധനങ്ങളെയും സഭയുടെ നിലപാടുകളെയും എൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളാക്കി, മനോഭാവങ്ങളാക്കി, ജീവിതത്തിൻ്റെ നിയമാവലിയും ചട്ടവുമാക്കി ഞാൻ മാറ്റുമ്പോളാണ് അങ്ങനെ സഭയോട് ചേർന്ന് ചിന്തിക്കുവാൻ ആദിമസഭയിലെ പിതാക്കന്മാർ പറഞ്ഞതുപോലെ, ആദിമസഭയിലെ പിതാക്കന്മാർ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് സഭയോട് ചേർന്ന് ചിന്തിക്കുക, സഭയോട് ചേർന്ന് പ്രവർത്തിക്കുക, സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. സഭയുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന, സഭയുടെ വിശ്വാസം എൻ്റെ വിശ്വാസം, സഭയുടെ കാഴ്ചപ്പാടുകൾ എൻ്റെ കാഴ്ചപ്പാടുകൾ. അങ്ങനെ സഭാത്മകമായ ഒരു ജീവിതത്തിൻ്റെ നിറവ്, അതുവഴിയായി ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണത സ്വന്തമാക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അങ്ങനെ സ്വർഗത്തിൽ മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം, ദൈവികമായ ജ്ഞാനം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.